ആദ്യം തന്നെ മണ്ണിന്റെ ടെസ്റ്റ് ഒക്കെ നടത്തി ഇവിടെ ഒരു പാലം ഡിസൈൻ ചെയ്തിരിക്കുകയെന്നുണ്ടെങ്കിൽ ഇത്ര പ്രശ്നമൊന്നുമില്ല. ഇനി സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ വാടനപ്പള്ളി ബൈപ്പാസിലാണ്. ഇവിടെ തൃശ്ശൂർ റോഡിന് കുറുകെ ചെറിയൊരു ഫ്ലൈ ഓവർ ഉണ്ടായിരുന്നു. ആ ഫ്ലൈ ഓവറിനോട് ചേർന്നുള്ള രണ്ട് സൈഡിലും മണ്ണുയർത്തുന്ന പണികൾ ആറിവാൾ വെച്ചിട്ടൊക്കെ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുത്തെ മണ്ണിന്റെ പ്രശ്നം പറഞ്ഞിട്ട്, അതായത് വെള്ളം കെട്ടി കിടക്കുന്ന ചതുപ്പ് നിറഞ്ഞ സ്ഥലമായതുകൊണ്ട് തന്നെ മണ്ണ് ലൂസ് മണ്ണാണെന്ന് പറഞ്ഞു കണ്ട് ഇവിടെ ഒരു വയഡക്റ്റ് നിർമ്മിക്കാൻ NHI നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് കണ്ടെങ്കിൽ ഈ വാടനപ്പള്ളി ബൈപ്പാസിൽ പണികളെല്ലാം അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 80% മുകളിൽ പൂർണ്ണമായിട്ട് പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ പണികളെല്ലാം അവസാന ഘട്ടത്തിലെത്തിയ സമയത്താണ് NHI ആ ഒരു തൃശ്ശൂർ റോഡിന് കുറുകെ ഒരു വയഡക്റ്റ് നിർമ്മിക്കണം, ഈ ഭാഗത്ത് മണ്ണിന് ഉറപ്പ് പോരാ എന്ന് പറഞ്ഞിട്ട് വയഡക്റ്റ് നിർമ്മിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും മണ്ണിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ അന്ന് ഈ ഒരു പണി തുടങ്ങുന്ന സമയത്തെ നടത്തിയിരുന്നെങ്കിൽ ഈ ഒരു രണ്ടാം പണിക്ക് നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഏതായാലും ഈ ഒരു ഭാഗത്തെ വയഡക്റ്റിന്റെ പണികളൊക്കെ കഴിഞ്ഞ് ഇതിലൂടെ സുഖമായിട്ട് പോകാൻ ഇനിയും ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും. ബാക്കിയുള്ള സ്ഥലത്തേക്ക്, തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് സ്ഥലത്ത് ഹൈവേയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്.